ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രായേലിനോട് വല്ലാതെ കളിക്കരുത് എന്ന് ഇറാന് പല തവണകളിൽ ഇസ്രായേൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിക്കാണ് സാരമായ രൂപത്തിൽ ഇസ്രായേൽ ആഘാതമേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷന് വേണ്ടി ഇസ്രായേലിന് വർഷങ്ങളുടെ ഒരുക്കത്തിന്റെ കഥ പറയാനുമുണ്ട്. വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ രഹസ്യമായി ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ അത്യാധുനികമായിട്ടുള്ള കൃത്യതയാർന്ന ആധുനിക സംവിധാനങ്ങൾ, ആയുധ സംവിധാനങ്ങളൊക്കെ വിന്യസിപ്പിച്ചതിനൊപ്പം കമാൻഡോകളെയും ഇറാന്റെ ഉള്ളിലേക്ക് കടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഒറ്റ രാത്രി കൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ള അതിസൂക്ഷ്മമായ തയ്യാറെടുപ്പിന്റെ ഫലമാണ് എന്നാണ് ചുരുക്കം. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും ഇസ്രായേൽ പ്രതിരോധ സേനയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാന് സമീപമാണ് മൊസാദിന്റെ ഏജന്റുമാർ ഡ്രോൺ ബേസ് ഉണ്ടാക്കിയെടുത്തത്. ഈ ഡ്രോണുകളെ രാത്രി സജീവമാക്കുകയും ഇസ്രായേലിനെ ലാക്കാക്കി ഇറാൻ തൊടുത്തുവിട്ട ഭൂതല മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ തകർക്കാൻ പോന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദാണ് കടത്തിയത്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയതുകൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ ദുർബലമാക്കാനും ഇസ്രായേലിൽ പോർ വിമാനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞത്. മധ്യ ഇറാനിലെ വിമാനവേധ സംവിധാനങ്ങൾക്ക് സമീപം കൃത്യതയാർന്ന മിസൈലുകൾ രഹസ്യമായി സ്ഥാപിക്കാനും മൊസാദ് കമാൻഡോകൾക്ക് ശ്രമിച്ചു. ഇറാന്റെ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ചാണ് IDF-ഉം ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ ഏജന്റുമാരും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആരെയും ഞെട്ടിക്കുന്ന ഓപ്പറേഷന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഇറാന്റെ അകത്ത് തന്നെ ഒരുക്കിയെടുത്തത്. ഹുസൈൻ സലാമി അടക്കമുള്ള നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും വകവരുത്താനുള്ള ഇന്റലിജൻസ് നിരീക്ഷണവും ഇക്കൂട്ടത്തിൽ പുരോഗമിച്ചു. ഇറാന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഷിയെ തകർക്കാനുള്ള രഹസ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനോടൊപ്പം ആണവ പദ്ധതിയുടെ തലത്തൊട്ടപ്പന്മാരെയും സുരക്ഷാ തലവന്മാരെയും ഒരേ സമയം ലക്ഷ്യമിടുകയുമായിരുന്നു. IDF-നെ കൂടാതെ പ്രതിരോധ കരാറുകാരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ രഹസ്യ ഓപ്പറേഷൻ മുന്നേറിയത്. ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് നിരീക്ഷണത്തെ വിദഗ്ധമായി കബളിപ്പിക്കാനും ഇന്റലിജൻസ് വിവരം ഏകോപിപ്പിക്കാനും കമാൻഡോകളെ നിയോഗിക്കാനും കഴിഞ്ഞതോടുകൂടിയാണ് ദൗത്യം വിജയകരമായത്. ഇറാനിൽ 13 സ്ഥലത്താണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത്. ഇസ്രായേൽ ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയതെന്നും നിരവധി സ്ത്രീകളും കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. 2 ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിട്ടുള്ള ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മേന്മ. ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ നേഷൻസ് ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് കടുത്ത ശിക്ഷ കിട്ടും എന്ന് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള കൊമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ട് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീഷണി ഒഴിയും വരെ ആക്രമിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചത്. രാജ്യാന്തര എണ്ണവില 7% കൂടി. ഇസ്രായേലിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായിട്ടുള്ള ഹുസൈൻ സലാമി കത്താമൽ അംബിയ കേന്ദ്ര ആസ്ഥാന കമാൻഡറാണ്. സംയുക്ത സേനാ മേധാവി ഇറാന്റെ. പിന്നെ ഗോലാമാലി, മുഹമ്മദ് ബാഗേരി എന്നൊക്കെ പറയുന്ന ഇറാന്റെ നട്ടെല്ലുകളാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെടെ ആണവ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഫെരൈദൂൺ അബ്ബാസി, മുഹമ്മദ് മഹദി, ടെഹ്റാൻ ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ ഇവരൊക്കെ കൊല്ലപ്പെട്ടതായിട്ട് അടിയന്തര സഹായങ്ങൾ അവർക്ക് ലഭിച്ചില്ല എന്നും സഹകരണങ്ങൾ ലഭിച്ചില്ല എന്നും ഒക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനാണ് ഈ ഫെരൈദൂൺ അബ്ബാസി. അയാളും മരിച്ചു.
കൊല്ലപ്പെട്ട ഫെരൈദൂൺ അബ്ബാസി ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് പരക്കെ. 2010 ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ പോലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫെരൈദൂൺ അബ്ബാസി കൊല്ലപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും നടന്നില്ല. തന്നെയുമല്ല, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായ അലി ഷംഖാനിയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള വ്യക്തിയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ആണവ കേന്ദ്രങ്ങൾ അടക്കം ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആദ്യ ആക്രമണങ്ങൾക്ക് പിന്നാലെ നെതാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്നും വലിയ രൂപത്തിൽ സ്ഫോടന ശബ്ദം കേട്ടു. ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ അകലെയാണ് നെതാൻസ് ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചു. കേന്ദ്രത്തിലെ ആണവ വികിരണം വിലയിരുത്താൻ ഇറാൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും IAEA പറയുന്നുണ്ട്. ഇറാന്റെ ഇസ്രായേൽ വ്യോമാക്രമണം, ആണവ കേന്ദ്രങ്ങൾ ഒക്കെ ആയത്തുള്ള അലി ഖുമേനി, ഷിംഖാനി, നെതാൻസ്, ഡ്രോണ്, ബേസ് മൊസാദ്, IDF ഒരുപാട് വിഷയങ്ങളാണ് ഇതുമായിട്ട് കെട്ടുപിടിഞ്ഞു കിടക്കുന്നത്. ഓപ്പറേഷൻ റേസിംഗ് ലയൺ ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിക്ക് സാരമായിട്ടുള്ള ആഘാതമേൽപ്പിച്ചു ഇസ്രായേലിന്. ഈ ഓപ്പറേഷനു വേണ്ടി ഇസ്രായേലിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണ്ടി വന്നു. ഇറാനിലെ ഒരുപാട് ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മുൻകരുതൽ ആക്രമണം നടന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതോടുകൂടി രൂക്ഷമായി. ഇറാൻ ഇസ്രായേലിന് നേരെ 100-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു. ജോർദാനിലെ അമ്മാനിൽ സൈറണുകൾ മുഴങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. 100 കണക്കിന് ഡ്രോണുകൾ ഒറ്റയടിക്ക് വിക്ഷേപിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിക്കുന്നതിനുള്ള ഒരു തന്ത്രം കൂടിയാണ്. ഡ്രോണുകൾ സാധാരണ മിസൈലുകളേക്കാൾ താഴ്ന്നു പറക്കാനുള്ള ശേഷിയുള്ളവയാണ്. ചെറിയ റഡാർ സിഗ്നേച്ചറുകളുള്ള ഇതിനെ കണ്ടെത്താനും നശിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണത്രേ. ഇസ്രയേലിലെ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഷഹീദ് സീരീസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്നതും കാമിക്കാസെ ഡ്രോണുകളായി ലക്ഷ്യത്തിൽ സ്വയം ഇടിച്ചു പൊട്ടിത്തെറിക്കുന്നവ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ഷഹീദ് സീരീസ് ഡ്രോണുകളുടെ പ്രത്യേകത. ഇറാന്റെ ചില ഡ്രോണുകൾ വ്യാപകമായിട്ടുള്ള നാശം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് എന്ന് ഇറാൻ തന്നെ പലപ്പോഴും വീരവാദം മുഴക്കിയിട്ടുമുണ്ട്. എന്നാൽ ഈ ഡ്രോൺ മഴയെ അയൺ ഡോം ഉപയോഗിച്ച് തടഞ്ഞ് കനത്ത പ്രതിരോധം ഒരുക്കുകയാണിപ്പോൾ ഇസ്രായേൽ. ഇറാനു നേരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ 200 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രായേലിന്റെ പ്രതിരോധ സേന റിപ്പോർട്ട് ചെയ്യുന്നു. 100 കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണം എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ റേസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ IDF പറയുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ് കോർപ്സ് മേധാവിയായിട്ടുള്ള മേജർ ജനറൽ ഹുസൈൻ സലാമി, സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ബഘേരി തുടങ്ങിയ ഉന്നത സൈനിക മേധാവിമാർ, ആണവ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ കൊല്ലപ്പെട്ടു. സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം സ്വന്തമാക്കുന്നതായി അതിനുവേണ്ടിയുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ലോകം അത് തടയാൻ സാധ്യമായിട്ടുള്ള എല്ലാ നയതന്ത്ര മാർഗങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഭരണകൂടം നിർത്താൻ വിസമ്മതിക്കുന്നു. ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലാണ് ഈ അമർഷം രേഖപ്പെടുത്തുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി ആരംഭിച്ച ആക്രമണം മണിക്കൂറുകളോളം നീണ്ടു നിന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്.
3 മണിക്ക് തൊട്ടു മുമ്പായി ഇറാഖിന് മുകളിലായി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ ഘട്ടത്തിൽ ഇസ്രായേലിൽ ഉടനീളം സൈറണുകൾ മുഴങ്ങിയിരുന്നു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും പറയുന്നു. ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇസ്രായേലികളുടെ ഫോണുകളിൽ മുന്നറിയിപ്പുകളും അലേർട്ടായിട്ടുണ്ട്. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട്. ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നെതന്യാഹു മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രായേൽ വ്യോമ അതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.